എല്ലാവർക്കും ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ഉണ്ടാവും. എന്റെ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ഇവളായിരുന്നു. കല്യാണത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ ഗണേഷിന്റെ പരസ്ത്രീ ബന്ധം വ്യക്തമായിരുന്നു. ഇതിനെ എതിർക്കുമ്പോൾ ക്രൂരമായ മർദ്ദനം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരിക്കലും ഗണേഷിനെ കുറ്റം പറയുന്നില്ല. ആദ്യകാലം ഈ 2005 തുടങ്ങിയ റിലേഷൻഷിപ്പാണ് ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നത്. ഞങ്ങൾ തമ്മിൽ വ്യവസായത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ബിസിനസിന്റെ പേരിലോ സംസാരിക്കേണ്ട ആ ഒരു റിലേഷൻ അല്ലായിരുന്നു. അപ്പൊ പിന്നെ ഞാനിപ്പം എന്റെ സമ്മതത്തോടു കൂടി ഒരാളെ ഇഷ്ടപ്പെട്ടു പോയി, അതിന്റെ പിന്നാമ്പുറം പോയിട്ട് ഞാൻ പിന്നെ അയാൾ വേറെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് അയാൾക്കെതിരെ പീഡന കേസ് കൊടുക്കുന്നത് ശരിയായ രീതിയാണോ? ഇത് കഴിഞ്ഞ് പിന്നീട് സരിതയ്ക്ക് യാതൊരു സാമ്പത്തിക സഹായവും കിട്ടിയിട്ടില്ലേ? ഇല്ല, എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ബാലകൃഷ്ണപിള്ള സാർ എനിക്ക് എമൗണ്ട് തന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയില്ല. എന്റെ വീട് പട്ടിണി കിടന്നിട്ടില്ല. ഞാൻ ജയിലിലായിരുന്നു. ഒരു മാസവും എന്റെ വീട് പട്ടിണി കിടന്നിട്ടില്ല. അത് എനിക്ക് നന്നായിട്ട് അറിയാം. അതിൽ ചില രക്തബന്ധത്തിന്റെ സാധ്യത കൂടി ഉണ്ടായിരുന്നു. മേ ബി, പക്ഷെ അത് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല. സോളാർ കേസിലെ പരാതിക്കാരിയുടെ രണ്ടാമത്തെ കുട്ടിയുടെ പിതാവ് ശ്രീ ഗണേഷ് കുമാർ ആണെന്നാണ് CBI റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. CBI അന്വേഷണ ഉദ്യോഗസ്ഥനായ നിപുൺ ശങ്കർ തിരുവനന്തപുരം CJM കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ കോൺഗ്രസിന് അന്തസ്സുണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്ന് വേണം. ഞങ്ങൾ പുറത്താക്കി, ഇനി അയാൾ ഏത് കയ്യാലെ ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ. കൊക്കിന് കൊണ്ടു വെളുക്കാൻ തേച്ചത് പാണ്ടായി.